ഹായ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ ഞാൻ കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ റെഡിയായിട്ടിരിക്കുകയാണ്. ഇപ്പം ഇതാണ് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. ഞാനിങ്ങനെ ഇത്രയും വലിയ ഫ്രെയിം എന്താണെന്നുള്ളത് നോക്കിയിട്ടില്ല. അത് വെച്ച് ആദ്യം ഇങ്ങനെ നോക്കി ശരി ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ട് അങ്ങനെ ആയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം നമ്മുടെ ബാച്ചിലർ പാർട്ടിൽ വിദ്യാമനുണ്ട് ആ ഒരു ഫേസിലായിരിക്കുന്ന സംഗതി കണ്ടിട്ട്, പക്ഷെ അതുപോലെ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നോക്കാം. ഇന്നത്തേത് ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് പേര് റിയലായിട്ട് നടന്നിട്ടുള്ള കഥയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റോറീസ്. ഓക്കെ, അപ്പം അതുപോലത്തെ ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നാരായണി എന്ന് പറയുന്ന ഒരു അമ്മമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അവരും കുറച്ച് ദൈവകന്യകമാരെന്നൊക്കെ പറയത്തില്ല പണ്ടുള്ളവർ, അങ്ങനെയുള്ള ഒരാളുടെ കഥയും കൂടെയാണ് ഈ പറയുന്നത്. ഒന്നുമല്ല, നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്നൊരു സ്റ്റോറിയാണത് എന്നാണ് അവർ പറയുന്നത് പണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴി എന്താണെന്നുള്ളതൊക്കെ പറയാം. അതിനു മുമ്പ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു മുത്തശ്ശി, വളരെ ദയനീയമായി പാവപ്പെട്ട വീട്ടിലെ ഒരു മുത്തശ്ശിക്ക് ആകെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ നമ്മൾ പറയത്തില്ലേ അവിടുത്തെ നേദ്യം വെച്ച് കൊടുക്കുക, ആ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ഉപജീവന മാർഗം കഴിഞ്ഞുകൂടുന്ന ഒരു മുത്തശ്ശിയാണ്. ഈ മുത്തശ്ശിക്ക് ആകെ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസയാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു ഏകദേശം ഒരു കഥയാണിത്. അപ്പോൾ അന്ന് കിട്ടുന്ന എന്താണോ അത് വെച്ച് അന്നുള്ള കാര്യങ്ങൾ ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് ഈ മുത്തശ്ശിയുടെ വീട്ടിൽ മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിയുടെ ഭർത്താവുണ്ട്, മക്കളൊക്കെ അവരവരെ കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരെ അവിടെ ഇവിടെയാണ്. പക്ഷെ അവരെല്ലാവരും വളരെ ദാരിദ്ര്യം പിടിച്ചൊരു ഫാമിലി ആയിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിച്ചത്. വേറെ ഒന്നിനൊക്കെ ഇന്നും ഇല്ലെങ്കിൽ അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ അവർക്ക് പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടിൽ ഇനിയും കഴിയും. പക്ഷെ ഇവർ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഫാമിലി ഉണ്ട്, അവർക്ക് വളരെ നന്നായിട്ട് ഇച്ചിരി നന്നായിട്ടുള്ള ബഡാ ടീം എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഫാമിലിയാണ്. അങ്ങനെ നിൽക്കുമ്പം ഒരു ദിവസം ഈ മുത്തശ്ശിയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ടാണെങ്കിൽ ഇവർക്ക് രാവിലെ ഈ ക്ഷേത്രം തുറക്കുമ്പോഴത്തേക്കും ഈ ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുന്നവർ നേരത്തെ എത്തി ക്ഷേത്രം തുറയ്ക്കുക, തൂത്തുവാരുക, ഇങ്ങനെയൊക്കെയുള്ള പണികളുണ്ടായിരുന്നു. അപ്പോൾ വെളുപ്പിനെ പോകണം. പണ്ടൊക്കെ അറിയാമല്ലോ, പണ്ടെന്നല്ല ഇപ്പോഴും അങ്ങനെയാണ്. ക്ഷേത്രം തുറക്കുമ്പോൾ 4 മണി റേഞ്ചിലൊക്കെ തുറക്കാറുണ്ട് ചില ക്ഷേത്രങ്ങൾ. അപ്പോൾ 5 മണിക്ക് തുറക്കുന്ന ക്ഷേത്രങ്ങൾ. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഇങ്ങനെയുള്ള പുറത്ത് ജോലി ചെയ്യുന്നവരൊക്കെ നേരത്തെ എത്താം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, അന്നുള്ള ഈ മുത്തശ്ശിമാർ ആയിട്ടുള്ളവരെന്ത് ചെയ്യും, രാവിലെ പോകും. അപ്പോൾ ഇവർക്ക് അന്ന് ബാത്റൂം സൗകര്യം, കുളിമുറി സൗകര്യം അതൊക്കെ വളരെ കുറവായിട്ടുള്ള വീടുകളൊക്കെ ഉള്ളൂ. പൊതുവെ വെളിയിൽ നിന്ന് കുളിക്കുക അല്ലെങ്കിൽ കുളങ്ങൾ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കുളത്തിലാണ് പൊതുവെ പോകാറുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കും. അപ്പം അതിനടുത്തുള്ള കുളങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആയിരിക്കും ഇവരൊക്കെ പോകുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ കൂടെ അപ്പുറത്ത് വേറൊരു മുത്തശ്ശിയുണ്ട്. ഓക്കെ, അപ്പോൾ ആ മുത്തശ്ശിയുമായിട്ട് സ്ഥിരമായിട്ട് ആ സമയത്താണ് ഇവർ കുളിക്കാനും നനയ്ക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ അതേ ടൈമിൽ തന്നെ ഈ അലക്കുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. പണ്ടൊക്കെ അലക്കുകാരെന്ന് പറയുമ്പോൾ ഇവരാണ് ഈ രാവിലെ വന്ന ഒരാളിലേക്ക് ഈ മുണ്ടൊക്കെ വെയിലത്തൊക്കെ വിരിച്ചിട്ട് അവർ ഉണക്കി പിന്നെ അത് കഴിഞ്ഞ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു പണ്ടുണ്ടായത്. അപ്പം ഇവരെന്ത് നാട്ടിലും കുളത്തിലൊക്കെയാണ് പണ്ടൊക്കെ ഈ സമയത്ത് കഴുകാനും എടുക്കാനൊക്കെ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുത്തശ്ശിയും 2 മുത്തശ്ശിമാരും കൂടി സ്ഥിരമായിട്ട് എന്നും ഈ ഒരു സമയമാകുമ്പോൾ കോഴി പോകുന്ന ഒരു ടൈമൊക്കെ നോക്കി അവർ രണ്ടുപേരും എന്ത് ചെയ്യും, കുളിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നേരെ മുത്തശ്ശി പോകുന്ന ക്ഷേത്രത്തിലേക്ക്, മറ്റേ മുത്തശ്ശി തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നൊരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം മുത്തശ്ശി ഇച്ചിരി നേരത്തെ എഴുന്നേറ്റു. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുന്നു, മുത്തശ്ശി കോഴി പോകുന്നു, എല്ലാം ചെയ്യുന്നു, ഭഗവാനെ കാലത്ത് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ കൃഷ്ണൻ വഴിയില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ടും പുള്ളിക്കാരി ആ കിട്ടുന്നതിൽ വളരെ തൃപ്തിയാണ് കേട്ടോ. പക്ഷേ കൃഷ്ണക്ഷേത്രത്തിലാണ് പുള്ളിക്കാരി പോയിക്കൊണ്ടിരിക്കുക. ആ കിട്ടുന്ന പൈസയിൽ വളരെ സന്തോഷവതിയായിട്ട് കഴിയുന്ന മുത്തശ്ശി ഒരു ദിവസം രാവിലെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിയെ വിളിക്കുന്നുണ്ട്. അമ്മച്ചി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരുന്നില്ല, മഴയ തണുപ്പ് എന്തോ കാരണം അമ്മച്ചി പറഞ്ഞു എനിക്കിന്ന് വരാനായിട്ടൊരിതില്ല, വയ്യായികയായിട്ടിരിക്കുക, നീ പോകാനായിട്ട് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ ഇത് തനിച്ചെന്ന് പോവുകയാണ്. പക്ഷേ മുത്തശ്ശിക്ക് ഒരു മടിയായിട്ടിരിക്കുകയാണ്. നമ്മൾ പണ്ടുള്ള ഇതുണ്ടല്ലോ, പണ്ട് ഒരു സൂക്കേടാണ്. നമ്മൾ സ്കൂളിൽ ഇന്ന് നമ്മളുടെ കൂട്ടുകാരി ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ അമ്മക്കൊന്നും ആയിട്ട് ഞാൻ നമ്മളൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ പണ്ടുള്ള അമ്മച്ചിമാർക്ക് അത് അന്നേ ഉള്ളതാണ്, പിന്നെ നമുക്ക് ആരാതിരിക്കും. അപ്പോൾ അവരൊന്നും ചെയ്താന്നൊരു മടി കാണിച്ചെന്നിരിക്കും. പക്ഷേ എങ്കിലും അമ്മച്ചി വയ്ക്കുന്ന അങ്ങനെ കാണാതിരിക്കാൻ അമ്മച്ചിക്ക് പറ്റത്തില്ല, ഞാൻ എന്തായാലും പോവാം. അപ്പം മുത്തശ്ശിയുടെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് വയ്യെങ്കിൽ ഇന്ന് പോകണ്ട, കുഴപ്പമില്ല, വേണമെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് വിടാൻ നോക്കി, വേണ്ട കുഴപ്പമില്ല, ഞാൻ തന്നെ പൊക്കോളം ചേട്ടാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എന്ത് ചെയ്തു, രാവിലെ എന്നത്തെ പോലെ. പക്ഷേ അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു.
അത് ദിവസത്തിൻ്റെ പ്രത്യേകത അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അന്ന് വന്നിട്ട് സ്വർഗ്ഗവാതിൽ ഏകാദശി നമ്മൾ പറയത്തില്ല എന്ന് വെച്ചാൽ അന്ന് മരിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്വർഗം എന്നാണ് പറയുന്നത്, ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്ക് എത്താൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ടാകും. അപ്പോൾ അന്നത്തെ ദിവസം ഏകാദശിയും കൂടി ആയതുകൊണ്ട് മുത്തശ്ശി എന്ത് ചെയ്തു, രാവിലെ എണീറ്റ് പോകാനായിട്ടെല്ലാം റെഡി ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ കോഴി പോകുന്ന സമയത്തിന് മുന്നേ മുത്തശ്ശി എഴുന്നേറ്റായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് വെളുപ്പിനാണ്. അപ്പം മറ്റേ മുത്തശ്ശി എന്ത് ചെയ്ത് ഉറക്കത്തിലാണ് പറഞ്ഞാൽ ഞാൻ വരുന്നില്ല. പക്ഷേ അവർക്കതൊരു വയ്യായികയും ഇല്ല. അവരാ ഉറക്കപ്പിച്ചിലാണ് വീട്ടിന് വെളിയിൽ പോയി തട്ടി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. പക്ഷേ എണീക്കുന്ന ടൈം ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം അന്ന് അവർ ഇച്ചിരി നേരത്തെയാണ് രണ്ടുപേരും. ആരൊക്കെ എണീറ്റ്? മുത്തശ്ശിയുടെ ഭർത്താവില്ല എന്നിട്ട്. അപ്പം മുത്തശ്ശി എന്ത് ഇച്ചിരി ഇരുട്ട് വീണ് കിടക്കുന്ന കണ്ടിട്ട് പറഞ്ഞാൽ ഇന്നാലിപ്പോൾ മഴക്കോളുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. രാവിലെ തന്നെ അവർ പണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും പന്തം കത്തിച്ചാണ് പോകുന്നത്. പന്തം എന്ന് പറയാൻ പറയല്ല, ചൂട്ടൊക്കെ കത്തിച്ചാൽ ഇതൊക്കെ കത്തിച്ച് വഴിയിലൂടെ വെട്ടം കാണിച്ചെന്ന് ട്യൂബ് ലൈറ്റോ നമ്മുടെ ഇന്നത്തെ പോലത്തെ ലൈറ്റ് സെറ്റപ്പ് ഒന്നും അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യാണ് പോകുന്നതാണ്. അങ്ങനെ മുത്തശ്ശി പോയി ഏകദേശം കുറച്ച് എത്താറായപ്പോഴത്തേക്കും അപ്പം കുളക്കരവിൻ്റെ അടുത്ത് എത്താറായി. അപ്പോഴത്തേക്കാണ് വെള്ളത്തിൽ അടിച്ച് നനച്ച് കുടിക്കുന്ന സൗണ്ട് എല്ലാം കേൾക്കാം. മുത്തശ്ശി പറഞ്ഞേ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ഇത് ആരാ ഈ പൊതുവെ ഈ സമയത്ത് ഇവരൊക്കെയാണ് വരാറുള്ള പതിവ്. ഈ മുത്തശ്ശിയും അപ്പുറത്തക്കരയിലുള്ള രണ്ട് മൂന്ന് പേര്. അപ്പം ഇന്ന് ഞാൻ വരാൻ താമസിച്ചു, ഇവരൊക്കെ ഇന്ന് നേരത്തെ വന്നു എന്ന് പറയും. മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞ് പോവുകയാണ്. അങ്ങോട്ട് എത്തുന്നതോറും ഭയങ്കര ഒരു മണം വരിക. അത് നമ്മൾ പറയുന്നില്ല കസ്തൂരിയുടെ മണമെന്നൊക്കെ പറയും കേട്ടോ. കസ്തൂരി മാനിലാണ് കസ്തൂരി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ഭയങ്കര ഒരു മണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മുത്തശ്ശി വെറുതെ എവിടെ നിന്നാണ് വരുന്നത്, ഭയങ്കരപ്പെട്ടൊരു മണമുണ്ടല്ലോ ഈ അടിക്കുന്നതിന്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീകളുടെ ശബ്ദം കൂടി വരുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും മുത്തശ്ശി കാണുന്നതാണ് ആ വെള്ളത്തിൽ അടിച്ച് നനച്ച് കുറേ ദൂരെ നിന്ന് കാണുന്നുണ്ട് സുന്ദരിയായ കുറേ പെൺകുട്ടികളെ പോലുള്ളവരാ കുളിക്കുന്നതെന്ന് മുത്തശ്ശിക്ക് ദൂരെ നിന്ന് മനസ്സിലായി. പക്ഷെ ആ മുത്തശ്ശി എന്നത് ഏകദേശം അടുത്തോട്ട് എത്താറായത്തേക്കും അവരെല്ലാവരും ഒരു നിമിഷം കൊണ്ട് മാഞ്ഞുപോയി. അപ്പം മുത്തശ്ശി നോക്കിയപ്പം മുത്തശ്ശിയുടെ കണ്ണിൽ കണ്ടുകൊണ്ടൊന്നും അവരാരെയും കാണാനില്ല. കുളം വളരെ നിശ്ചലമാണ്. അവിടെ ഇത്രയും ബഹളം നടന്ന ആ കുളത്തിൽ നമ്മൾ പറയും കല്ലിട്ട് വീണാൽ പോലും അനക്കമില്ലാത്ത രീതിയിൽ വളരെ സൈലൻ്റാണ്. അപ്പോൾ ആ പ്രദേശം മുഴുവനും ഇരുട്ടിലായിട്ട് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്ക് എന്ത് മനസ്സിലായി മുത്തശ്ശിക്ക്? ആരും അവിടെ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. നേരം വളരെ നേരത്തെയാണെന്ന് മനസ്സിലായി. മുത്തശ്ശിക്ക് ചെറുതായിട്ടൊരു ഭയം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മുത്തശ്ശിയുടെ കയ്യിലുള്ള ചൂട്ട് വെളിച്ചത്തിൽ മുത്തശ്ശി ഒരു സംഗതി അവിടെ കാണുകയാണ്. കണ്ടത് വേറെ ഒന്നുമല്ല, ആ പടവിൽ എന്ന് വെച്ചാൽ ആ കൽപ്പടവിൽ ഒരു ചെറിയൊരു സംഗതി കിട്ടി. ഈ വന്ന കന്യാകുമാർ യൂസ് ചെയ്യാൻ ആ ഒരു സുഗന്ധം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനു വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു പണ്ടൊക്കെ നമ്മുടെ ഈ ചന്ദനമൊക്കെ ഇങ്ങനെ അരയ്ക്കുന്ന ഒരു കല്ലുണ്ടായിരുന്നു. അതുപോലെ ഇവർ കൊണ്ടുവന്ന സംഗതിയൊക്കെ അരയ്ക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ഒരു കല്ലുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കല്ലുണ്ടായിരുന്നു. പക്ഷെ ആ മുത്തശ്ശി അത് നല്ല വെട്ടം അത് തിളക്കം കണ്ടിട്ട് മുത്തശ്ശി അത് എടുത്തപ്പം നല്ല ഭാരം ഉണ്ടായിരുന്നു. ആ കല്ലും ആ ഒരു അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കുഴവി എന്നൊക്കെ പറയും. അതിന് മുത്തശ്ശി അതിനെ ഉടനെ എടുത്തെടുത്ത് കുളിക്കാൻ കൊടുക്കുന്ന ഭാണ്ഡക്കെട്ടിനകത്ത് ഇട്ടിട്ട് മുത്തശ്ശി കുളിച്ചതുമില്ല, കഴുകിയതുമില്ല, ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചൊരൊറ്റ നടന്ന പകുതി എത്തിയപ്പോഴാണ് കോഴി പോകുന്ന സൗണ്ട് മുത്തശ്ശി കേട്ടത്. അപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. നേരം പുലരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശി ഓടി വീട്ടിനകത്ത് കയറി മുത്തശ്ശിയുടെ ഭർത്താവിനെ തട്ടി ഉണയിപ്പിച്ചു. അപ്പോൾ മുത്തശ്ശിയുടെ ഭർത്താവ് പറഞ്ഞേ, നീ എവിടെ പോയിരുന്നു? ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ പോയത്? അയാൾ ഉറക്കപ്പിച്ചിലാണ് എന്തിനൊക്കെ പറഞ്ഞത്. അതിന് നേരെ വെളുത്തതല്ലേ ഉള്ളൂ, നീ ഒറ്റയ്ക്ക് പോയോ എന്നൊക്കെ. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ സംസാരിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി എല്ലാം ചെറു പറയുന്നതൊക്കെ പറയുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ കല്ല് കണ്ടു, ഇങ്ങനൊരു സംഗതി കണ്ടപ്പോൾ മുത്തശ്ശി എടുത്ത് വെച്ച് നീ കണ്ട സാധനം എന്തുവാ? അതെനിക്കറിയത്തില്ല, കുറേ പെണ്ണുങ്ങളായിരുന്നു കുളിക്കാനുണ്ടായിരുന്നു, പെൺകുട്ടികൾ ആരെയും കാണാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി, നീ എന്താ എടുത്തത്? ഞാൻ എടുത്ത സാധനം ഇതാന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പണ്ടൊക്കെ പറയുന്നില്ല, നമ്മൾ എന്തെങ്കിലും പോയി അറിയാത്ത സ്ഥലത്ത് ഒന്നിക്കകത്ത് ജന്മിമാരടിച്ചു പോലും. ഇതല്ലെങ്കിൽ വേറെ വല്ലതും ആണെങ്കിൽ വല്ല കൂടോത്ര വല്ലതും ഒക്കെ കൂടെ വരുന്നതാണ് പണ്ടുള്ളത്. അതേപോലെയാണ് മുത്തശ്ശിയുടെ പേടിയെ നീ എടുത്ത സാധനം അരികെ കാണിച്ചത്. അവിടെ നോക്കിയപ്പോഴാണെങ്കിൽ അതൊരു സ്വർണ്ണ പാത്രമാണ്. സ്വർണ്ണ ഹരകല്ലായിരുന്നു. ഏകദേശം നല്ല കരവും വെയിറ്റ് വെള്ളം എല്ലാം ഒരു സാധനം വരുന്നു. അപ്പം അന്നത്തെ ദേവകന്യകന്മാർ കുളിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നതാണെന്നുള്ളത് മുത്തശ്ശന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇത് ഭഗവാനായിട്ട് നമുക്ക് തന്നതാണ്, ഈ സമയത്ത് നീ പോയിട്ട് അത് കണ്ടതാണെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർക്ക് ഒരു വഴിയില്ലാതെ എന്ത് ചെയ്യണമെന്നും കടക്കണിയിൽ അന്ന് ദാരിദ്ര്യത്തിൽ മുങ്ങി നിന്ന് അവർക്ക് ദൈവമായിട്ട് കൊടുത്ത അന്നത്തെ ഒരു ദിവസം അവർ കാലം തെറ്റി എണീക്കാനും അവർ രാവിലെ പോകാനും അങ്ങനെ എന്ത് ചെയ്തു? അവരത് കിട്ടി ഭഗവാനെ എന്നുള്ള സന്തോഷത്തിൽ ദൈവത്തിനെ ഭയങ്കരമായിട്ട് വിളിച്ചു. അവരെന്ത് ചെയ്തു? ദൈവത്തിന് നന്ദി പറയാനായിട്ട് അവർ ഉടനെ തന്നെ എന്ത് ചെയ്തു? വെട്ടം വന്നപ്പോഴത്തേക്കും കുളിച്ച് നനച്ച് എല്ലാം ചെയ്ത് ഭഗവാനെ കാണാനായിട്ട് വന്നു.
പക്ഷെ ഇവരന്ന് ആ കാര്യമൊന്നും ആരോടും പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. പിന്നീട് കാര്യത്തിലൊക്കെ അറിയാനുള്ളത് തന്നെയാണ്. അങ്ങനെ പിന്നീടാണ് ആ കുടുംബം ഭയങ്കര അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ഓക്കെ, അവരുടെ ദാരിദ്ര്യം മാറി അവരെ ഏകദേശം എല്ലാ രീതിയിലും അഭിവൃദ്ധി പ്രാപിച്ചു രക്ഷപ്പെട്ടു. ഓക്കെ, അങ്ങനത്തെ ഒരു കഥ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. മുത്തശ്ശി അന്ന് കുളിച്ച് നനയ്ക്കാനെല്ലാം പോയി. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ക്ഷേത്രം തിരുവനന്തപുരത്തെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ്. ഇച്ചിരി എല്ലാവർക്കും അറിയാം. നമ്മൾ തിരുമല അങ്ങോട്ട് തിരുമലയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പാറക്കോവിൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. പണ്ട് നമ്മുടെ ഭീമൻ പണിതതാണ് എന്നൊക്കെ ഒരു ചെറിയൊരു സ്റ്റോറിയൊക്കെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു വാതിലൊന്നുമില്ല ക്ഷേത്രത്തിൽ ഇപ്പോഴും. നേരം പുലർന്നപ്പോൾ വെച്ചില്ല എന്നൊക്കെയാണ് ഐതിഹ്യം. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ പറഞ്ഞ ഫാമിലിയുടെ മക്കളൊക്കെ ഇച്ചിരി നല്ല വലുതായി നിലയിലൊക്കെ ഇന്നും അവർ കഴിയുന്നത്. ഓക്കെ, അപ്പം അവരൊക്കെ ആരാണെന്നൊക്കെ ഉള്ളത് അവരുടെ ഫാമിലീസിന് എന്തായാലും അറിയായിരിക്കുമല്ലോ. അപ്പം ഇതെനിക്ക് ഒരാൾ വഴി പറഞ്ഞ കഥയാണ്. അപ്പം എനിക്കറിയത്തില്ല സത്യമാണോ കള്ളത്തരമാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ പറഞ്ഞ ആൾ സീരിയസ് ആയിട്ട് എനിക്ക് പറഞ്ഞൊരു സ്റ്റോറിയാണ്. നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇതേപോലെ നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളുള്ള കേട്ടുകേൾവി മാത്രമുള്ളതും അതുപോലെ നമുക്ക് കണ്ണിന് പോലും സത്യമാണോ അല്ലേ എന്ന് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ഇതേപോലെ രസകരമായ സ്റ്റോറികൾ ഇനി കിട്ടിയാൽ ഇതേപോലെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അടുത്തൊരു സ്റ്റോറി ആയിട്ടും അടുത്തൊരു ടോപ്പിക്കും വേറെ